ദൈവനാമത്തിന് മഹത്വം. സിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും ചില ഡയറക്റ്റ് ചോദ്യങ്ങളും ഇൻഡയറക്റ്റ് ചോദ്യങ്ങളുമാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജോളി ജയകുമാർ, തിരുവനന്തപുരം. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, പിന്തുടർച്ചക്കാരായ 4 രാജാക്കന്മാർ ആരൊക്കെയാണ്? ഉത്തരം: ആമോൻ, യോശിയാവ്, യെഹോയാക്കീം, സിദെക്കിയാവ്. യിരെമ്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം 1 മുതൽ 3 വരെ. അടുത്ത ചോദ്യം, ഒരു പുരോഹിതന് പകരം വന്ന പുരോഹിതൻ ആരാണ്? ഉത്തരം: യെഹൂദയ്ക്ക് പകരം ശെമയ്യാവ്. യിരെമ്യാവിൻ്റെ പ്രവചനം 29-ാം അധ്യായം 26-ാം വാക്യം. അടുത്ത ചോദ്യം, യഹോവയോട് അതിക്രമം ചെയ്തവർ ആരാണ്? ഉത്തരം: ഇടയന്മാർ. യിരെമ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, ഒരു സ്ഥലനാമത്തിനകത്ത് ഭാരതത്തിലെ ഒരു സംസ്ഥാനം കാണാം. ഏതാണ് സ്ഥലനാമം? ഏതാണ് സംസ്ഥാനം? ഉത്തരം: ഗോവഹ്. സംസ്ഥാനം ഗോവ. യിരെമ്യാവിൻ്റെ പ്രവചനം 31-39. അടുത്ത ചോദ്യം, പട്ടണങ്ങളുടെ എണ്ണത്തോട് ദേവന്മാർ ഉള്ളത് ആർക്കാണ്? ഉത്തരം: യഹൂദയ്ക്ക്. യിരെമ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, എൻ്റെ പേരിൻ്റെ അർത്ഥത്തിൽ ഒരു പർവ്വതമുണ്ട്. ഈ പർവ്വതം മറ്റൊരു പർവ്വതമാകും. എങ്കിൽ ഞാൻ ആര്? പർവ്വതം ഏതാണ്? ഉത്തരം: പേര് ഫറവോൻ. അർത്ഥം വിനാശം. പർവ്വതം വിനാശപർവ്വതം. മറ്റൊരു പർവ്വതം ദഹന പർവ്വതം. യിരെമ്യാവിൻ്റെ പ്രവചനം 46-17, 51, 25. അടുത്ത ചോദ്യം, വിശ്വാസപാതകി ആരാണ്? ഉത്തരം: യഹൂദ. യിരെമ്യാവിൻ്റെ പ്രവചനം 3-7. അടുത്ത ചോദ്യം, ബൈബിളിൽ 2 പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണിത്. ശബ്ദ കോലാഹലമുണ്ടാക്കുന്നവർ എന്നാണ് അർത്ഥം. എങ്കിൽ ആ വാക്ക് ഏതാണ്? ഉത്തരം: തുമുലപുത്രന്മാർ. യിരെമ്യാവിൻ്റെ പ്രവചനം 49-45, സംഖ്യാപുസ്തകം 24-17. അടുത്ത ചോദ്യം, യഹോവയുടെ സിംഹാസനം എന്ന നാമം ലഭിക്കുന്നത് ആർക്കാണ്? ഉത്തരം: യെരൂശലേമിന്. യിരെമ്യാവിൻ്റെ പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം, ഒരു ജാതീയ രാജാവിനും ഒരു രാജ്യത്തിനും 2 പേരുകൾ വീതം ലഭിച്ചിട്ടുണ്ട്. ഇവ ഏതാണ്? ഉത്തരം: രാജാവ് ഫറവോൻ, വിനാശം, സമയം തെറ്റി വരുന്നവൻ. യിരെമ്യാവ് 45-17. രാജ്യം മോവാബ്, ബലമുള്ള വടി, ഭംഗിയുള്ള കോൽ. യിരെമ്യാവ് 48-17. അടുത്ത ചോദ്യം, അനർത്ഥം പ്രസിദ്ധമാക്കുന്നത് ആരാണ്? ഉത്തരം: എഫ്രയീം മല. യിരെമ്യാവിൻ്റെ പ്രവചനം 4-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യം, ഞാനൊരു മൃഗം, എന്നെ ഉപമിച്ചിട്ടുള്ളത് ആരോടെല്ലാം എങ്ങനെയെല്ലാമായിരുന്നു? ഉത്തരം: പശുക്കിടാവ്. ഉപമിച്ചിരിക്കുന്നത് എഫ്രയീം മെരുക്കമുള്ളതും ധാന്യം മെതിപ്പാൻ ഇഷ്ടപ്പെടുന്നതുമായത്. ഹോശേയ 10-11. ഇസ്രയേൽ ദുശാഠ്യമുള്ള. ഹോശേയ 4-16. മിസ്രയീം അഴകുള്ള പശുക്കിടാവ്. യിരെമ്യാവ് 46-20. അടുത്ത ചോദ്യം, കടൽ കവിയാതെ മണൽ അതിനായി വെച്ചിരിക്കുന്നത് എന്തായിട്ടാണ്? ഉത്തരം: നിത്യപ്രമാണമായിട്ട്. യിരെമ്യാവിൻ്റെ പ്രവചനം 5-ാം അധ്യായം 22-ാം വാക്യം. അടുത്ത ചോദ്യം, ഒരു രാജാവിൻ്റെ പേരിനകത്ത് ഉടയവനെ എന്നർത്ഥം വരുന്ന ഒരു വാക്ക് കാണാം. ഏതാണ് രാജാവ്? ഉത്തരം: അമ്മോന്യ രാജാവായ ബാലീസ്. യിരെമ്യാവ് 40-14. ബാലി ഉടയവനെ. ഹോശേയുടെ പ്രവചനം 2-ാം അധ്യായം 16-ാം വാക്യം. അടുത്ത ചോദ്യം, ശെബയിൽ നിന്ന് കൊണ്ടുവന്നത് എന്താണ്? ഉത്തരം: കുന്തുരുക്കം. യിരെമ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം 20-ാം വാക്യം. അടുത്ത ചോദ്യം, ഞാനൊരു ഗോത്രപിതാവ്, എൻ്റെ പേരിന് അർത്ഥമുണ്ട്, എന്നാൽ എനിക്കൊരു പുതിയ പേര് ലഭിക്കും. ഉത്തരം: യഹൂദ.
അർത്ഥം യഹോവയെ സ്തുതിക്കും. ഉൽപ്പത്തി 29:39. പുതിയ പേര് യഹോവ നീതി. യിരെമ്യാവ് 33:16. അടുത്ത ചോദ്യം, ഒരു വാക്യത്തിൽ 3 വാക്കുകൾ വീതം ആവർത്തിച്ചിട്ടുണ്ട്. വാക്കേതാണ്? റഫറൻസ് ഏതാണ്? ഉത്തരം യഹോവയുടെ മന്ദിരം. യിരെമ്യാവിൻ്റെ പ്രവചനം 7-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, മരണം വരുന്ന വഴി ഏതാണ്? ഉത്തരം കിളിവാതിലിലൂടെ അരമനയിൽ. യിരെമ്യാവിൻ്റെ പ്രവചനം 9:21. അടുത്ത ചോദ്യം, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന ഇസ്രയേലിൻ്റെ അവസ്ഥയെക്കുറിച്ച് സ്തുതിച്ചു പറയുന്ന ഒരു വാചകത്തിൻ്റെ 3 വാക്കുകൾ മറ്റൊരു പുസ്തകത്തിൽ 26 തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഏതാണ് ആ വാക്ക്? ഉത്തരം അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യിരെമ്യാവ് 33:11. 26 പ്രാവശ്യമുള്ളത് 136-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 26 വരെ. അടുത്ത ചോദ്യം, ഗോതമ്പ് വിതച്ചപ്പോൾ കൊയ്തത് എന്താണ്? ഉത്തരം മുള്ള്. യിരെമ്യാവിൻ്റെ പ്രവചനം 12:13. അടുത്ത ചോദ്യം, ആലയത്തെക്കുറിച്ച് യിരെമ്യാവ് പറഞ്ഞ 2 വാക്കുകൾ യേശു സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ സുവിശേഷങ്ങളിലാണ്? വാക്ക് ഏതാണ്? ഉത്തരം കള്ളന്മാരുടെ ഗുഹ. മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ. യിരെമ്യാവ് 7:11, മത്തായി 21:13, മർക്കോസ് 11:17, ലൂക്കോസ് 19:46. അടുത്ത ചോദ്യം, പുള്ളിപ്പുലിക്ക് മാറ്റാൻ കഴിയാത്തത് എന്താണ്? ഉത്തരം പുള്ളി. യിരെമ്യാവിൻ്റെ പ്രവചനം 13:23. അടുത്ത ചോദ്യം, കുറുനരിയെ പോലെ കിതയ്ക്കുന്നത് ആരാണ്? ഉത്തരം കാട്ടുകഴുത. യിരെമ്യാവിൻ്റെ പ്രവചനം 14-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം, 2 അക്ഷരത്തിൽ ആശാരി ഉപയോഗിക്കുന്ന ഒരു പണയായുധം അവസാനത്തെ അടയാളം മാറ്റി വേറെ അടയാളം ചേർത്താൽ ഒരു മനുഷ്യൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ഉപകരണം. ഉത്തരം വാച്ച്. ദൈനംദിന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഉപകരണം വാച്ച്. യിരെമ്യാവിൻ്റെ പ്രവചനം 10-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, ഒടിയാത്ത ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം താമ്രവും ഇരുമ്പും വടക്കൻ ഇരുമ്പും. യിരെമ്യാവിൻ്റെ പ്രവചനം 15:12. അടുത്ത ചോദ്യം, ഒരു ദേശനാമത്തിൽ നമ്മുടെ നാട്ടിൽ സുപരിചിതമായ ഒരു മുസ്ലിം പുരുഷനാമം കാണാം. ഏതാണ്? ഉത്തരം ദേശനാമം ഊഫാസിൽ. പുരുഷനാമം ഫാസിൽ. യിരെമ്യാവിൻ്റെ പ്രവചനം 10-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, ലോഹങ്ങൾ കൊണ്ട് പാപം രേഖപ്പെടുത്തിയത് ആരുടേതാണ്? ഉത്തരം യഹൂദയുടെ. യിരെമ്യാവിൻ്റെ പ്രവചനം 17-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, പ്രവാചകന്റെ പക്കലുള്ളത് എന്താണ്? ഉത്തരം അരുളപ്പാട്. യിരെമ്യാവിൻ്റെ പ്രവചനം 18-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം, ഒരു കതകിൻ്റെ പേര് എന്താണ്? ഉത്തരം ഹർത്തീസ്, ഊട്ടുനുറുക്ക്. യിരെമ്യാവിൻ്റെ പ്രവചനം 19-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം, നെഹമ്യാവിൻ്റെ ഒരു ഉത്തരവ് യിരെമ്യാവിലൂടെയും യഹോവ പ്രസ്താവിക്കുന്നത് കാണാം. ഏതാണ് ആ ഉത്തരവ്? ഉത്തരം ശബ്ബത്ത് നാളിൽ യാതൊരു ചുമടും ചുമന്ന് യെരൂശലേമിൻ്റെ വാതിലുകളിൽ കൂടി അകത്തു കൊണ്ടുവരരുത്. യിരെമ്യാവ് 17:21. ശബ്ബത്ത് നാളിൽ ഒരു ചുമടും അകത്ത് കടത്താതിരിക്കേണ്ട വാതിലുകൾ അരികെ എൻ്റെ ആളുകളിൽ ചിലരെ നിർത്തി. നെഹമ്യാവ് 13:15-19. അടുത്ത ചോദ്യം, ദൈവം ആരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം സന്ദർശിക്കും? ഉത്തരം ദാവീദ് ഗ്രഹത്തിൻ്റെ. യിരെമ്യാവ് 21:11-14 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യെഹോയാക്കീമിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു? ഉത്തരം യെരൂശലേമിൻ്റെ പടിവാതിലുകൾക്ക് പുറത്ത്
അവനെ വലിച്ചെറിഞ്ഞ് ഒരു കഴുതയെ കുഴിച്ചിടുന്നത് പോലെ അവനെ കുഴിച്ചിടും. യിരെമ്യാവ് 22:18-19. അടുത്ത ചോദ്യം, യഹോവ അതിഭയങ്കരമായി കണ്ടത് ആരാണ്? ഉത്തരം, യെരൂശലേമിലെ പ്രവാചകന്മാർ. യിരെമ്യാവ് 23:14. അടുത്ത ചോദ്യം, 4 അക്ഷരമുള്ള എൻ്റെ പേരിൻ്റെ ആദ്യ 2 അക്ഷരം കഴിഞ്ഞ് ഒരടയാളം മാറ്റി വേറൊരു അടയാളം ചേർത്താൽ ഒരു മൃഗവും അടുത്ത 2 അക്ഷരത്തിൽ ഒരു പുരുഷനാമവും കാണാം. ഉത്തരം, പശൂർ. മൃഗം പശു, പുരുഷനാമം ഹൂർ. യിരെമ്യാവിൻ്റെ പ്രവചനം 20:1, സംഖ്യ 31:8. അടുത്ത ചോദ്യം, എന്താണ് ദൈവം യിരെമ്യാവിനെ കാണിച്ചത്? ഉത്തരം, 2 കൊട്ട അത്തിപ്പഴം. യിരെമ്യാവ് 24:1. അടുത്ത ചോദ്യം, ഈ മനുഷ്യൻ മരണയോഗ്യൻ. ആരെക്കുറിച്ചാണ് ഈ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, യിരെമ്യാവിനെ കുറിച്ച്. യിരെമ്യാവ് 26:11. അടുത്ത ചോദ്യം, ഒരു വെള്ളിയുടെ പേര് എന്താണ്? ഉത്തരം, കറക്കൻ വെള്ളി. യിരെമ്യാവ് 6:30. അടുത്ത ചോദ്യം, പിന്നെയും ശേഷിച്ചിരിക്കുന്ന എന്തൊക്കെയാണ് ബാബേലിൽ കൊണ്ടുപോകുന്നത്? ഉത്തരം, സ്തംഭങ്ങളെയും കടലിനെയും പീഠങ്ങളെയും. യിരെമ്യാവ് 27:20. അടുത്ത ചോദ്യം, ഗിബെയോനിലെ പ്രവാചകൻ ആരാണ്? ഉത്തരം, ഹനന്യ പ്രവാചകൻ. യിരെമ്യാവിൻ്റെ പ്രവചനം 28-1. അടുത്ത ചോദ്യം, ബാബേലിൻ്റെ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഉത്തരം, നന്മയ്ക്ക് വേണ്ടി. യിരെമ്യാവ് 29:11. അടുത്ത ചോദ്യം, ദുഷ്ടന്മാരുടെ തലയിൽ ചുഴന്നടിക്കുന്നത് എന്താണ്? ഉത്തരം, യഹോവയുടെ ക്രോധമെന്ന ചുഴലിക്കാറ്റ്. യിരെമ്യാവ് 30:23. അടുത്ത ചോദ്യം, വാളിൽ തെറ്റിയ ജനം മരുഭൂമിയിൽ കണ്ടെത്തിയത് എന്താണ്? ഉത്തരം, കൃപ. യിരെമ്യാവിൻ്റെ പ്രവചനം 31:2. അടുത്ത ചോദ്യം, യിരെമ്യാവ് ഇളയപ്പൻ്റെ നിലം മേടിച്ചത് എത്ര വിലയ്ക്കാണ്? ഉത്തരം, 17 ശേക്കെൽ വെള്ളിക്ക്. യിരെമ്യാവ് 32:9. അടുത്ത ചോദ്യം, അയ്യോ തമ്പുരാനെ എന്ന് വിലപിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം, സിദെക്കീയാവിനെ കുറിച്ച്. യിരെമ്യാവ് 34:5. അടുത്ത ചോദ്യം, ഒരു ദൈവപുരുഷൻ ആരാണ്? ഉത്തരം, ഹാനാൻ. യിരെമ്യാവ് 35:4. അടുത്ത ചോദ്യം, പ്രഭുക്കന്മാരോട് യിരെമ്യാവിൻ്റെ വചനങ്ങളെ ചെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം, മീഖായാവ്. യിരെമ്യാവിൻ്റെ പ്രവചനം 36:13-16. അടുത്ത ചോദ്യം, പുസ്തകച്ചുരുൾ വായിച്ചു കേൾപ്പിച്ചവർ ആരാണ്? ഉത്തരം, ബാരൂക്കും യഹൂദിയും. യിരെമ്യാവ് 36:10-21. അടുത്ത ചോദ്യം, വീട്ടിൽ കാരാഗ്രഹമുണ്ടായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം, യോനാഥാൻ. യിരെമ്യാവ് 37:15. അടുത്ത ചോദ്യം, യിരെമ്യാവിനെ അടിച്ച അധിപതി ആരാണ്? ഉത്തരം, ഈര്യാവ്. യിരെമ്യാവിൻ്റെ പ്രവചനം 37:13-15. അടുത്ത ചോദ്യം, എത്ര ആളുകളെ കൂട്ടിക്കൊണ്ടു ചെന്നാണ് കൂശ്യൻ യിരെമ്യാവിനെ രക്ഷിച്ചത്? ഉത്തരം, 30 ആളുകളെ. യിരെമ്യാവിൻ്റെ പ്രവചനം 38:10. അടുത്ത ചോദ്യം, കൽദയരുടെ സൈന്യം സിദെക്കീയാവിനെ പിടിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം, യെരിഹോ സമഭൂമിയിൽ വെച്ച്.
ഇരമ്യാവ് 39:5. അടുത്ത ചോദ്യം, ഇരമ്യാവ് കാവൽപ്പുരമുറ്റത്ത് വെച്ച് ദൂത് പറഞ്ഞ കൂശ്യൻ ആരാണ്? ഉത്തരം ഏബദ് മെലേക്ക്. ഇരമ്യാവ് 39:16. അടുത്ത ചോദ്യം, നെബൂസറദാൻ യഹൂദ ദേശത്ത് ദേശാധിപതിയാക്കിയത് ആരെയാണ്? ഉത്തരം ഗദല്യാവിനെ. ഇരമ്യാവ് 40:5. അടുത്ത ചോദ്യം, ഗദല്യാവിനെ കൊന്നത് ആരാണ്? ഉത്തരം ഇശ്മായേൽ. ഇരമ്യാവ് 41:2. അടുത്ത ചോദ്യം, എത്ര പേരെയാണ് ആസ കുഴിച്ച കുഴിയിലിട്ട് കളഞ്ഞത്? ഉത്തരം 70 പേരെ. ഇരമ്യാവ് 41:9, 11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പടത്തലവന്മാർ എവിടെ വെച്ചാണ് ഇശ്മായേലിനെ കണ്ടത്? ഉത്തരം ഗിബെയോനിലെ പെരുങ്കുളങ്ങര വെച്ച്. ഇരമ്യാവ് 41:12. അടുത്ത ചോദ്യം, ഇരമ്യാവിനെയും ബാരൂക്കിനെയും മിസ്രയീമിൽ എത്തിച്ച സ്ഥലം ഏതാണ്? ഉത്തരം തഹ്പനേസർ. ഇരമ്യാവ് 43:7. അടുത്ത ചോദ്യം, കളിമണ്ണിൽ കുഴിച്ചിട്ടത് എന്താണ്? ഉത്തരം വലിയ കല്ലുകളെ. ഇരമ്യാവ് 43:9. അടുത്ത ചോദ്യം, കർത്താവിന് ഹനനയാഗമുള്ള സ്ഥലം ഏതാണ്? ഉത്തരം വടക്ക് ഫ്രാത്ത് നദീതീരത്ത്. ഇരമ്യാവ് 46:10. അടുത്ത ചോദ്യം, കഷണ്ടി വന്നത് ആർക്കാണ്? ഉത്തരം ഗസ്സയ്ക്ക്. ഇരമ്യാവ് 47:5. അടുത്ത ചോദ്യം, വടക്ക് നിന്നുള്ള ഈച്ച ആരാണ്? ഉത്തരം നെബൂഖദ്നേസർ. ഇരമ്യാവ് 46:13. അടുത്ത ചോദ്യം, മഹാഗർവി ആരാണ്? ഉത്തരം മോവാബ്. ഇരമ്യാവ് 48:29. അടുത്ത ചോദ്യം, ഉയരത്തിൽ കൂടുവച്ചാലും താഴെ ഇറക്കുന്നത് ആരെയാണ്? ഉത്തരം ഏദോമിനെ. ഇരമ്യാവ് 49:7, 16 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആരുടെ ഭ്രഷ്ടന്മാരാണ് ചെല്ലാത്ത ഒരു ജാതികയും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഏലാമിൻ്റെ. ഇരമ്യാവ് 49:36. അടുത്ത ചോദ്യം, ഒരു ദേശത്തിനും പട്ടണത്തിനും അർത്ഥമുണ്ട്. ദേശമേത്, പട്ടണമേത്, അർത്ഥം ഏതാണ്? ഉത്തരം ദേശം ദ്വിമത്സരം. മെറാഥയും പട്ടണം സന്ദർശനം പെക്കോദ്. ഇരമ്യാവ് 50:21. അടുത്ത ചോദ്യം, വായിച്ചിട്ട് എറിഞ്ഞു കളയണം. എവിടെ, ആര്, ആരോട് പറഞ്ഞു? ഉത്തരം ഇരമ്യ പ്രവാചകൻ സെരായാവോട് പുസ്തകം ഫ്രാത്ത് നദിയിൽ എറിഞ്ഞു കളയണം. ഇരമ്യാവ് 51:59 മുതൽ 63 വരെ. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.